വി ടി ബൽറാം MLA ശ്രദ്ധയ്ക്ക്. നിങ്ങളുടെ പഴയൊരു ഫേസ്ബുക്ക് പോസ്റ്റ് വെള്ളപ്പൊക്കത്തിൽ പൊങ്ങി വന്നിട്ടുണ്ട്. കൊറോണ കാലത്ത് ഒരു ഹെലികോപ്റ്റർ മുതലാളി പോലും പട്ടിണി കിടക്കരുത്. എന്തൊരു കരുതലാണ് ഈ മനസ്സിനെ. അവമാനിക്കരുത്. ഞാൻ നല്ലൊരു കുടുംബത്തിൽ പറഞ്ഞവനാണ്. നീ നല്ല കുടുംബത്തിൽ പറഞ്ഞു, ഞാൻ പിന്നെ മറ്റേ കുടുംബത്തിൽ പറഞ്ഞാണല്ലോ. പുതുയുഗ കേരളത്തിന്റെ വിസ്മയങ്ങൾ ഓരോ ദിവസവും കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ വിസ്മയം എന്താ? ഇന്നത്തെ വിസ്മയം ആകാശ വിസ്മയമാണ്. ഹെലികോപ്റ്റർ വഴിയാണ് ഈ ആകാശ വിസ്മയം വരുന്നത്. എന്താ പ്രത്യേകത? എന്തിനാണ് ഹെലികോപ്റ്റർ? ഇവിടെ കിടന്ന് തൊണ്ട കീറിയിട്ട് ഒരു കാര്യമില്ല. മുഖ്യന്റെ മുമ്പിൽ ചെന്ന് വിളിക്കുക, അങ്ങനെ കേൾക്കട്ടെ. എന്തിനാണ്? അതെന്തിനാ ഞാൻ നിങ്ങളോട് പറയേണ്ട ആവശ്യം? അതിനകത്ത് തീരുമാനം ഉണ്ടാവുമ്പോൾ നിങ്ങളോട് പറയാം. പറയില്ല. കക്ഷികൾ ഉന്നയിക്കുന്നത് പോലെ ഒരു പ്രതിസന്ധിയും എന്റെ മന്ത്രിസഭയ്ക്ക് ഇനി ഉണ്ടാവില്ല. 5 വർഷം ഞങ്ങൾ തികച്ചും ഭരിക്കും. എന്തിനാണ് നിങ്ങൾ പറയേ? ഇതിപ്പോ കാലം മാറുമ്പോ കാറിന് പോലെ ഹെലികോപ്റ്റർ എടുക്കും. അതിപ്പോ എന്താ അത്ര വലിയ കാര്യം? ഇനി എന്തൊക്കെ കാണാൻ കിടക്കുന്നത്? ഇതൊക്കെ അരല്ലടോ തുടങ്ങിയിട്ടുള്ളൂ. ഞാൻ വേണ്ടെന്ന് വെച്ചിരുന്നതാ. ഇതൊരു ആകാശ കൊള്ളയാണ്, അഴിമതിയാണ്. കരുതില്ല. ഞാൻ പറഞ്ഞല്ലോ ഒരു അബദ്ധം. അബദ്ധങ്ങളുടെ ഒരു ഘോഷയാത്ര തന്നെയാണല്ലോ നിന്റെ ജീവിതം. ഒരു മാറ്റം വരണമെന്നാണല്ലോ പറഞ്ഞത്. അപ്പൊ മാറ്റമാണ് നമ്മൾ കാണുന്നത്. ഹെലികോപ്റ്റർ ഉപയോഗിക്കുന്നതിനെ ഒരു കോൺഗ്രസ് നേതാവും വിമർശിച്ചിട്ടില്ല, പ്രത്യേകിച്ച് കെ സുധാകരൻ. ഇതൊക്കെ കാണാനും കേൾക്കാനും മേളിലൊരാളുണ്ടേ. ഹെലികോപ്റ്റർ എടുത്ത കേരളത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രിയായി തൊഴിലാളി വർഗത്തിന്റെ അപ്പോസ്തലൻ പിണറായി വിജയൻ ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. നിങ്ങൾ എന്താണ് എന്നോട് ഇങ്ങനെ നികൃഷ്ടമായി പെരുമാറുന്നത്? എനിക്ക് ഈ കാര്യത്തിലൊന്നും ഒരു തരത്തിലുള്ള ആശങ്കയില്ല. 2 തവണയാണ് ഹെലികോപ്റ്റർ തിരുവനന്തപുരത്ത് നിന്ന് കൊച്ചിയിൽ വന്നു പോയത്. എന്തിനാണ്? മുരളി സാറിന് അറിയായിരിക്കും. എന്നാൽ ഇനി ഞാനത് പറയാം, ആരും ഞെട്ടരുത്. അദ്ദേഹത്തിന്റെ ഫാദറിനെ പോയി കണ്ടു. അതേ സീരിയസ് ആയി കിടക്കും. പോയി പോയത് നിങ്ങളോട് പറഞ്ഞുതരാം. എന്തിനാ? എന്തിനു വേണ്ടി വന്നതെന്ന് എല്ലാവർക്കും അറിയാം. മുരളി സാർ പറഞ്ഞ കാര്യത്തിനാണോ? അല്ല അല്ല, ഞാൻ പോയത് ഒരു ഇൻവെസ്റ്റ്മെന്റ് ഗ്രൂപ്പ് കൊച്ചിയിലുണ്ടായിരുന്നു, കാണാൻ വേണ്ടിയിട്ട്. ജോസിന്റെ എല്ലാ പ്രവർത്തനവും നമ്മുടെ നാടിന്റെ വികസനത്തിനാണല്ലോ എന്ന് ഓർക്കുമ്പോ ഒരാശ്വാസം. എന്തായിരിക്കും അവിടെ സംഭവിച്ചത്? അതും പൊളിഞ്ഞു. അത് എന്നെ സംഭവിച്ചത്. ഒരു ബിസിനസ് ഗ്രൂപ്പിനെ ഒന്ന് കാണാൻ കൊച്ചി വരെ പോയി. അതിന് ഹെലികോപ്റ്റർ എടുത്തു. അത് ഇത്ര വലിയ വിട്ടാണ്. ഞാൻ വന്ദേ ഭാരതിന് ബുക്ക് ചെയ്തിരുന്നു പോകാൻ. രാത്രി അവിടെ എത്തി അവരോട് സംസാരിക്കാൻ. അപ്പൊ അവർക്ക് അത്യാവശ്യമായി സന്ധ്യയ്ക്ക് ഡൽഹിയിലേക്ക് തിരിച്ചു പോകണം എന്ന് പറഞ്ഞു. നമ്മുടെ നാട്ടുകാരും വെറും മണ്ടന്മാരല്ലേടാ. പൈസക്ക് ടൈറ്റ് വരുമ്പോ നമുക്ക് ഇഷ്ടം പോലെ കത്തിക്കാം, പറ്റിക്കാം. പൊട്ടന്മാർക്ക് മനസ്സിലാവില്ലേ? കേരളം പോലെ ചെറിയ സംസ്ഥാനത്ത് ഇപ്പോൾ ഹെലികോപ്റ്റർ വാടകയ്ക്ക് എടുക്കേണ്ട ഒരു ആവശ്യമില്ല. ഒരു തമാശക്ക് വേണമെങ്കിൽ അങ്ങനെ പറയാം. പറയുന്നൊക്കെ ശരിയാണോ? അതിനിങ്ങേര് തെറ്റായിട്ടൊന്നും പറഞ്ഞില്ലല്ലോ. സംസ്ഥാനത്തെ ജനങ്ങൾ മുണ്ട് മുറുക്കി ഉടുത്ത് ജീവിക്കണമെന്ന് പറയുന്ന ഗവൺമെന്റ് ഇത്തരം അനാവശ്യമായ ചെലവുകളുമായി മുന്നോട്ട് പോകുന്നത് നമുക്ക് അംഗീകരിക്കാൻ കഴിയുമോ? ഇപ്പോ സംഗതിയുടെ ഫോർമാറ്റ് ഇത്തിരി കടുപ്പത്തിലാണ്. നാട്ടുകാരെടുത്ത് കടമടിച്ചു മുടിക്കുന്നു. മുടിയുന്ന നാട്ടുകാരല്ലേ, ഞാനല്ലല്ലോ. ഈ രാഷ്ട്രീയ പ്രവർത്തനം ഇപ്പൊ പഴയതുപോലെ ജയിലിൽ കിടക്കലും സ്വാതന്ത്ര്യം വാങ്ങലൊന്നും അല്ല. പിന്നെ ഞങ്ങൾക്ക് ഇപ്പൊ അധികാരം കയ്യിലുള്ളതുകൊണ്ട് ഒരു പ്രശ്നമില്ല. സർക്കാരിന്റെ ഖജനാവുന്ന കാശ് ചെലവായിട്ടുണ്ടോ? ഉണ്ടോ? ഞാൻ ഹെലികോപ്റ്റർ ഉപയോഗിച്ചതിൽ 1 രൂപ പോലും സർക്കാരിന് നഷ്ടം ഉണ്ടായിട്ടില്ല. 1 രൂപ പോലും സർക്കാരിന് അധിക ചെലവുണ്ടായിട്ടില്ല. അത് പിന്നെ എനിക്ക് അറിഞ്ഞൂടെ. എന്തോ ഞാൻ എന്താ പറഞ്ഞു? വെറുതെ കിടക്കുന്ന ഹെലികോപ്റ്ററിൽ ഞാനൊന്ന് പോയാൽ വെറുതെ അത്രയെങ്കിലും നാടിന് ഗുണം ഉണ്ടാവട്ടെ. ഞാനപ്പോ കാറിലാണ് സഞ്ചരിച്ചിരുന്നെങ്കിൽ ആ കാറിൽ അടിക്കാവുന്ന ഇന്ധനം ഇതുവഴി ലാഭിക്കാൻ കഴിഞ്ഞു. ഇതാകുമ്പോൾ പണം കൊടുത്തിട്ടുള്ളതാണല്ലോ. എന്നതായിരിക്കും ബുധനാഴ്ച പറയാൻ പോകുന്ന കാര്യം എന്നുള്ളത്. ജോത്സ്യനാണോ? പി രാജീവാണ് ഇന്നത്തെ വിജയ്. മന്ത്രിമാർ അതൊക്കെ നാട്ടുകാർക്ക് അറിയാവുന്ന കാര്യമല്ല അല്ലേ? 4 മണിക്കൂറാണ്. കാരണം 2 മന്ത്രിമാർ വയനാട്ടിൽ പോയതും ഞാൻ വയനാട്ടിൽ പോയതും മാത്രമാണ് ഞങ്ങൾ ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം ഹെലികോപ്റ്റർ ഉപയോഗിച്ചേക്കുന്നത്. മുമ്പ് ഹെലികോപ്റ്റർ എടുത്തിട്ടുണ്ട്. 80 ലക്ഷം രൂപ വാടക കൊടുത്ത് ഹെലികോപ്റ്റർ എടുത്ത് പോയിട്ടുണ്ട്. എന്ത് മെച്ചം കിട്ടി കേരളത്തിന്? ഇങ്ങനെയുള്ള മനസ്സ് വളരെ അപൂർവം ആളുകൾക്ക് കിട്ടും. നിങ്ങൾക്കിപ്പോൾ കണ്ടക സാറ്റർഡേ ആണ്. എന്താ കണ്ടക ശനിയാണെന്ന്? നിന്റെ സമയം ഇപ്പൊ ഏകദേശം ശരിയായി വരുന്നുണ്ട്. അപ്പൊ ഒരു മാസം 20 മണിക്കൂർ പറക്കാൻ 1,44,00,000 രൂപ മുടക്കുന്നത് ഈ സാമ്പത്തിക തകർച്ചയുടെ ഇടയിൽ വേണമോ? വേണം. സർക്കാർ ആലോചിക്കേണ്ട കാര്യമാണ്. ആരാണ്ട് പണം ആ വായി കോരി ചെലവഴിക്കുമ്പോ അവന് കുപ്പിക്കേണ്ട കാര്യമില്ല. പണം ആരാണോ? ഈ കൈ കണ്ടോ? രാജയോഗവും ഗജകേസരി യോഗവും ഒരുമിച്ച് കിടപ്പുണ്ട്. അനുഭവിച്ചേ പറ്റൂ. ഇതിപ്പോ പട്ടിക്ക് മുഴുവൻ തേങ്ങ കിട്ടിയ പോലെ ആയല്ലോ മുക്തിയാർ. എനിക്കിത് നേരത്തെ തോന്നി. സാറ് പട്ടി തേങ്ങ വെച്ചാ 5 മണിക്കൂർ മിനിമം ഫ്ലൈ ചെയ്യണം. അത് ഫ്രീ ആണ്. നമ്മുടെ വരവേതായാലും ഗംഭീരമായി. നമ്മുടെ പൊതുഖജനാവ് ദൂത്തടിച്ച് ഈ നാടിനെ പൊട്ടിച്ചോറാക്കുന്ന ഒരു മുഖ്യമന്ത്രി ഈ നാടിന് വേണോ വേണ്ടേന്ന് തീരുമാനിക്കേണ്ടുന്ന സമയം അതിക്രമിച്ചിരിക്കുന്നു. നശിപ്പിച്ചില്ലേ? അയ്യോ ഇനിയിപ്പോ അയ്യോ പത്തൊന്നും വിളിച്ചിട്ട് കാര്യമില്ല. കഴിഞ്ഞ 10 വർഷം ഹെലികോപ്റ്റർ ഉപയോഗിച്ചത് ഔദ്യോഗിക ആവശ്യങ്ങൾക്കും പിന്നെ ജീവൻ രക്ഷാ ദൗത്യങ്ങൾക്കുമാണ്. മുഖ്യമന്ത്രി ആയിരുന്ന സമയത്ത് പിണറായി വിജയൻ
പാർട്ടി സമ്മേളനത്തിൽ പങ്കെടുക്കാൻ ഹെലികോപ്റ്റർ ഉപയോഗിച്ചിട്ട് അത് ഈ ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ ഫണ്ടിൽ നിന്ന് ആ പൈസ കൊടുത്തിട്ടുണ്ട്. അത് പി വിസ്മയം, എങ്കിൽ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് സാ വിസ്മയം. എന്നെ കൊണ്ട് ആദ്യം ഒരു അല്പ അസൗകര്യം കാണും, പിന്നെ അത് ശീലമായിക്കോളും. നാടിന്റെ സ്ഥിതി എന്താവും? കൈപൊക്കാൻ അറിയാവുന്നവന്മാരൊക്കെ ഇവിടെ നേതാവല്ല. അവന്മാര് കൈ പൊക്കി പൊക്കി നാട് പൊങ്ങാതായി. കാരണം ജനങ്ങൾ ഇതെല്ലാം കാണുന്നുണ്ടെന്നുള്ള കാര്യം ഗവൺമെന്റ് മറക്കരുത്. അത് മറക്കരുത്. പഴയതാണെങ്കിലും വളരെ മികച്ച ഒരു ഉപദേശമായിരുന്നു. എവിടെയോ എന്തോ ഒരു ഒളിച്ചുകളി ഉണ്ടോ എന്ന് സംശയിക്കേണ്ട സാഹചര്യമാണ്. മാറ്റങ്ങൾ നല്ലതാണ്, മാറട്ടെ, അല്ലെങ്കിൽ നാട്ടുകാരെ അടുത്ത് പെരുമാറട്ടെ. ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. ചുവന്ന സ്വിച്ച് അമർത്തി.